ഇപ്പോൾ ഈ അച്ഛൻ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകുന്ന, പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹിതരാകുന്ന പ്രവണത പുരാതന കാലത്ത് എവിടെയൊക്കെ അത് വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ പോലും സ്വർഗ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പുരാതന രേഖകളിലൊക്കെ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് വിദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വിദേശത്തുള്ള രീതിയിലേക്ക് സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകുന്ന കഥകളും അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹിതരാകുന്ന കഥകൾ കേൾക്കുക മാത്രമല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പലതും നടന്നിരിക്കുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് യുവതലമുറയിലെ ചില ആളുകളെങ്കിലും നീങ്ങിപ്പോകുന്നത്? തീർച്ചയായും ഈ ചിന്താഗതികളൊക്കെ ഏത് കാലത്തും ഉണ്ടായിരിക്കാം. ഈ ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് മതം ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പ്രകൃതിപരമായി ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ജീവിക്കാൻ ആവശ്യമാവുന്ന തരത്തിലാണ് മതനിയമങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ മേൽ മൃഗത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ മേൽ മനുഷ്യ നിയമങ്ങൾ നിർബന്ധമാക്കുന്നതിനെയാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പം മതത്തിനെതിരെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യൻ്റെ മേൽ മൃഗത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കലാണ്. അതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി മനുഷ്യൻ മനുഷ്യനായി നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മതനിയമങ്ങൾ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാദിക്കേണ്ടത്. ഈ വിഷയങ്ങളൊക്കെ നേരത്തെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു തെറ്റായതുകൊണ്ടാണ് അതിന് ശിക്ഷ പറയുന്നത്. ശിക്ഷ പറയുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ്. ഒരു കാര്യം ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിയാത്തതാണ് എന്ന് അതിനർത്ഥമല്ല. കഴിയുന്നതായതുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയുന്നതും അതിന് ശിക്ഷിക്കപ്പെടുന്നു എന്ന്. ഇപ്പോൾ എന്നോട് വായുവിലൂടെ ഉപകരണങ്ങളുടെ സഹായമൊന്നും കൂടാതെ പറക്കരുത് എന്ന് പറയില്ല. കാരണം അങ്ങനെ ഒരു പറക്കുക എന്നുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. അപ്പോൾ സാധ്യതയുള്ളതിനെയാണ് നന്മയും തിന്മയുമായി വേർതിരിക്കുന്നത്. അതുകൊണ്ട് സാധ്യതകൾ അങ്ങനെ പലതുമുണ്ട്. എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയല്ല വേണ്ടത്. സാധ്യതകളിൽ നിന്ന് നന്മ തിന്മകളെ വിച്ഛേദിച്ചറിഞ്ഞ് വേർതിരിച്ചറിഞ്ഞ് നന്മയെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് മതങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഈ പ്രവണത ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ പുതിയ കാലത്തെ പുരുഷ മേധാവിത്വമാണോ സ്ത്രീകളും തമ്മിൽ വിവാഹിതരായി എങ്ങനെ കഴിച്ചുകൂടാമെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുടെ ഭാഗത്ത് അത്രയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുക്കൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്നത് ചർച്ചാ വിഷയമാക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരവാദികളല്ല. അതേസമയത്ത് കാഴ്ചപ്പാടുകൾ, ഫിലോസഫികൾ, തത്വങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ അപഗ്രഥനം ചെയ്യേണ്ടത് തന്നെയാണ്. ജീവശാസ്ത്രപരമായി തന്നെ സ്ത്രീയുടെ കഴിവുകളും പുരുഷൻ്റെ കഴിവുകളും വ്യത്യസ്തമാണ്. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും അത് രണ്ടും വ്യത്യസ്തമാണ്. കായബലം, ശരീരബലം പുരുഷന് കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറവാണ്. മാനസിക ബലം പുരുഷന് കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏരിയകൾ പുരുഷന് കൂടുതലായിരിക്കും, സ്ത്രീയെ സംബന്ധിച്ച് കുറവായിരിക്കും. ഇതൊക്കെ എല്ലാവരും സംവദിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളോടാണ് യഥാർത്ഥത്തിൽ സംവദിക്കുകയും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതക്രമങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തന്നെ മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായ മാർഗം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന വിഷയത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കണമെന്ന്. ശരിക്കും ഈ മുദ്രാവാക്യം ഉന്നയിക്കുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മൈ ബോഡി മൈ ചോയ്സ് എന്നതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഈ ലിബറലിസം തുടങ്ങിയ സർവത്ര സ്വതന്ത്രതാവാദത്തെ ജനകീയമാക്കുക എന്നതൊരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തത് അതിലുള്ളത് ഈ മതനിരാസത്തിലേക്കുള്ള ഒരു കോണിപ്പടിയായിട്ടാണ് ഇത്തരം വാദങ്ങളെ ഉപയോഗിക്കുന്നത്. മതനിരാസം എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. യുക്തിവാദമുണ്ട്, നിരീശ്വരവാദമുണ്ട്, അതേപോലെ സർവമത സത്യവാദമുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു സാധനമാണ് ലിബറലിസം എന്ന് പറയുന്നത്.
ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിലേക്കെല്ലാമുള്ള കോണിപ്പടികളായിട്ടാണ് ഇത്തരം വാചകങ്ങളെയും വാക്കുകളെയും ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യൻ ചിലപ്പോൾ നിലവിലുള്ള രീതിക്ക് എതിര് പറയുമ്പോൾ അതിനൊരു ത്രില്ല് കാണിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഒരു എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ ഈ മൈ ബോഡി മൈ ചോയ്സ് എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ബോഡിയെ എൻ്റെ ചോയ്സിനനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്നു എന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമായി വരാൻ പാടില്ല. അങ്ങനെ ഉപദ്രവമായി വരാതിരിക്കണമെങ്കിൽ അതിനൊരു കോമൺ നിയമം ആവശ്യമാണ്. അത് ഞാനുണ്ടാക്കിയതോ നിങ്ങളുണ്ടാക്കിയതോ ആവാൻ പാടില്ല. എൻ്റെ ചോയ്സ് നിങ്ങൾക്കെതിരാവാതിരിക്കണമെങ്കിൽ ആ നിയമം നിങ്ങളുണ്ടാക്കിയതാവാൻ പാടില്ല, ഞാൻ ഉണ്ടാക്കിയതാവാനും പാടില്ല. ഞാനും നിങ്ങളുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി ഉണ്ടാക്കിയതായിരിക്കണം. ആ മൂന്നാം കക്ഷിയെ നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ നിയമങ്ങളാണ് സൃഷ്ടികൾ അംഗീകരിക്കേണ്ടത് എന്ന മതവാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അല്ലാത്തത് പ്രായോഗികമല്ല, അല്ലാത്തത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുക മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിട്ട് നിലവിലുള്ള കേസുകൾ തന്നെ കൈകാര്യം ചെയ്തിട്ട് എത്തുന്നില്ലെങ്കിൽ മൈ ബോഡി മൈ ചോയ്സ് ആവുന്നതോടുകൂടി പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ കൂടാ എന്നല്ലാതെ ഒരിക്കലും പരിഹാരമായി മാറുന്നില്ല. കുഴപ്പമില്ല, ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിൽ വേറെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ചോയ്സ് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്നാലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ സങ്കല്പത്തിൽ പോലും നമുക്ക് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ എൻ്റെ ഒരു ചോയ്സ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയാത്തതിൻ്റെ പ്രായോഗികത എന്താണ് യഥാർത്ഥത്തിൽ? അപ്പോൾ ഞാനോ നിങ്ങളോ അല്ലാത്ത മൂന്നാം കക്ഷിയുടെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോഴാണ് ഈക്വലാകുക. ഞാൻ എൻ്റെ നിയമം കുറച്ചെടുത്ത് നിങ്ങളെ കുറച്ച് പരിഗണിച്ച് അങ്ങനെ രണ്ടും കൂടി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതിനുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ നമ്മൾ മതനിയമങ്ങൾ എന്ന് വിളിക്കുന്നു. താങ്കളെപ്പോഴും നമ്മുടെ പല ക്ലാസ്സിലും ഒരു ഒറ്റമൂല്യം നിർദ്ദേശിക്കാറുണ്ട്. പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും ജീവിച്ച മാനവ സമൂഹത്തിൻ്റെ നല്ല നടത്തിപ്പിനായി താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ള ഒറ്റമൂല്യം എന്താണ്? യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് ഒറ്റമൂലിയായി നിർദ്ദേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ സ്വത്വബോധം എന്ന് പറയുന്നത്. പ്രൗഢായിരിക്കുക. എപ്പോഴും ആളുകളെ ഇന്നത്തെ തലമുറക്കുണ്ടായ ഒരു പ്രശ്നം എൻ്റേത് മോശം മറ്റവൻ്റേത് ശരി എന്നുള്ളതാണ്. അവിടെ നിന്ന് മാറിയിട്ട് എൻ്റേത് ശരി എന്നുള്ളിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയണം. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ്, മുഅ്മിനീങ്ങളെയാണ്, ഈമാനുള്ള ആൾക്കാരാണല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമാണ് ശരി, മുസ്ലിമിൻ്റെ ജീവിതമാണ് ശരി, ഞാനാണ് ശരി, എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ശരിയെയും ഇതല്ലാത്തതിൻ്റെ തെറ്റിനെയും കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിലകൊള്ളുന്നതിനെ ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അത് പഠിക്കുകയും എല്ലാം ചെയ്യണം എന്നാണ് പറയാനുള്ളത്.